OCD അഥവാ ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ. എന്താണ് OCD? ഒബ്സഷൻ എന്താണ്? കമ്പൽഷൻ എന്താണ്? ഇതെങ്ങനെ ഒരു ഡിസോർഡറായി മാറുന്നു? ഇതിൻ്റെ കാരണങ്ങൾ, ലക്ഷണങ്ങൾ, അതിനുള്ള പരിഹാരങ്ങൾ, ഇതിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ഞാൻ ഡോക്ടർ ബിജു വർഗീസ്, കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റ്, മൈൻഡ് ക്യൂർ സൈക്കോളജിക്കൽ കെയർ സെൻറ്റർ, അങ്കമാലി. നമ്മളെല്ലാവരും ഡെയിലി പല പ്രവൃത്തികൾ ചെയ്യുന്നവരാണ് അല്ലേ? എന്നാൽ ചിലരിൽ ഇത്തരത്തിലുള്ള ശീലങ്ങൾ, ശൈലികൾ സാധാരണയിൽ നിന്നും കവിഞ്ഞ് കാണപ്പെടുന്നു, വ്യത്യസ്തമായിട്ട് കാണപ്പെടുന്നു. ഫോർ എക്സാമ്പിൾ, ഒരു ദിവസത്തിൽ 50 60 പ്രാവശ്യം കൈ കഴുകുക, ഗ്യാസ് പൂട്ടിയോ ഇല്ലയോ എന്ന് വീണ്ടും വീണ്ടും ചെക്ക് ചെയ്യുക, ആർക്കെങ്കിലും എന്തെങ്കിലും അപകടം വരുമോ എന്ന് ആശങ്കപ്പെടുക, ഇങ്ങനെ ഒരേ തരം ചിന്തകൾ അധികമായിട്ട് വരുന്ന അവസ്ഥയാണ് ഒബ്സഷൻ എന്ന് പറയുന്നത്. ഇത് പലരിലും ഉണ്ട്. നമ്മുടെ സമൂഹത്തിൽ 100-ൽ 5 പേർക്കെങ്കിലും ഉണ്ട്. എന്നാൽ ഇത് പലരും ഒരു രോഗ ലക്ഷണമാണെന്നും ഇതൊരു ഡിസോർഡർ ആണെന്നും മനസ്സിലാക്കാതെ പ്രശ്നങ്ങൾ മറച്ചു വച്ചിട്ട് ശരിയായ ചികിത്സ എടുക്കാതെ സമൂഹത്തിൽ ജീവിക്കുന്നവരാണ്. ഒബ്സഷൻ എങ്ങനെ സംഭവിക്കണമെന്ന് വെച്ചാൽ, ഒരാളുടെ മനസ്സിലേക്ക് അയാൾക്ക് ആഗ്രഹമില്ലാതെ, സ്വയം കൺട്രോൾ ചെയ്യാൻ സാധിക്കാതെ അധികമായിട്ട് വരുന്ന, പേടിപ്പെടുത്തുന്നതോ വെറുപ്പുളവാക്കുന്നതോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ചിന്തകളെയാണ് ഒബ്സഷൻ എന്ന് പറയുന്നത്. അതെന്തിനെക്കുറിച്ച് വേണമെങ്കിലാവാം. രോഗാണുക്കളെക്കുറിച്ചുള്ള ആശങ്ക, പ്രിയപ്പെട്ടവർക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ള പേടി, അങ്ങനെ പലതും. ഇങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കും? ആങ്സൈറ്റി, ഡിപ്രഷൻ, ജീവിതത്തിനോട് തന്നെ ഒരു താല്പര്യക്കുറവ്, സൂയിസൈഡ് ടെൻഡൻസി, ചിലരാണെങ്കിൽ ആൽക്കഹോള്, ഡ്രഗ്, ഇതിനൊക്കെ അഡിക്റ്റ് ആവും. നമ്മുടെ ശരീരത്തിൽ ചെളിയുണ്ടോ, പൊടിയുണ്ടോ, രോഗാണുക്കൾ ബാധിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും എയ്ഡ്സ് പോലത്തെ അസുഖങ്ങൾ വല്ലതും ബാധിച്ചിട്ടുണ്ടോ എന്നുള്ളൊരു ജിജ്ഞാസ. പിന്നെ ചില വസ്തുക്കളോട്, വിസർജ്യ വസ്തുക്കളോട് ചിലതിനോടൊക്കെ ഭയങ്കര വെറുപ്പ്. ഒന്ന് ചെയ്താലും, എന്ത് ജോലി ചെയ്താലും അത് ശരിയായോ എന്നൊരു സംശയം. എല്ലാം കൃത്യമായിട്ടും ക്രമമായിട്ടും വേണമെന്നുള്ള ഭയങ്കരമായ വാശി, ചില ചട്ടങ്ങൾ. പിന്നെ അമിതമായിട്ട് വരുന്ന ചില സെക്ഷൽ തോട്ടുകൾ, അങ്ങനെയുള്ള ചില ഇമേജുകൾ, പ്രത്യേക തരത്തിലുള്ള വാക്കുകളോ ശബ്ദങ്ങളോ അതിനോടുള്ള ഒരു പ്രത്യേക ഒരു ആകർഷണം. ഞാൻ എന്തെങ്കിലും മോശമായിട്ട് പറഞ്ഞു പോകുമ്പോൾ എൻ്റെ കൺട്രോൾ പോകുമോ എന്നൊക്കെ ഉള്ള ഒരു അമിതമായ ഉത്കണ്ഠം, ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തു പോകുമോ എന്നുള്ള അമിതമായ ഉത്കണ്ഠ, ഇതെല്ലാമാണ് ഒബ്സഷനിൽ കാണുന്നത്. അതായത് അമിതമായിട്ടുള്ള, നിയന്ത്രിക്കാൻ സാധിക്കാത്ത, ആവർത്തിച്ചു വരുന്ന ചിന്തയെയാണ് ഒബ്സഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് എന്താണ് കമ്പൽഷൻ എന്ന് നോക്കാം. കാരണം ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡറാണ്. കമ്പൽഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഒബ്സഷൻസ്, അതായത് ചിന്തകൾ അമിതമായിട്ട് വരുമ്പോൾ ഇതിൽ നിന്നും രക്ഷ നേടാനായിട്ട്, കാരണം ഇത് ആ വ്യക്തിയിൽ അമിതമായ ഒരു ആങ്സൈറ്റി ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് എന്തെങ്കിലും ഒരു പ്രവൃത്തിയിലേക്ക് ഈ വ്യക്തി എത്തപ്പെടും. ആ പ്രവൃത്തി ചെയ്യുന്ന സമയത്ത് അയാൾക്ക് ടെമ്പററി ആയിട്ട് ഈ ആങ്സൈറ്റിയിൽ നിന്നും ഒരു റിലീഫ് കിട്ടും. ആ റിലീഫ് കിട്ടാൻ വേണ്ടിയിട്ട് ഇയാളൊരു പ്രവൃത്തി ചെയ്യും. അതായത് ശരീരം വൃത്തിയായോ ഇല്ലയോ എന്ന്, അസുഖം എൻ്റെ ശരീരത്തിൽ രോഗാണുക്കൾ നിറഞ്ഞു നിൽക്കുകയാണോ എന്നൊരു ചിന്ത വരുന്ന സമയത്ത് ഇയാൾ എന്ത് ചെയ്യും? കുളിക്കാൻ തുടങ്ങും. നമ്മളെല്ലാവരും കുളിക്കാറുണ്ട്. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ കുളി എങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇങ്ങനെയുള്ള വ്യക്തികൾ വീണ്ടും വീണ്ടും കുളിച്ചുകൊണ്ടിരിക്കും. ആ കുളിക്കുന്നത് തന്നെ ഒത്തിരി സമയമെടുത്തായിരിക്കും കുളിക്കുന്നത്. എന്നാൽ പോലും കുറച്ച് നേരത്തേക്ക് ഇവർക്ക് റിലീഫ് കിട്ടും. വീണ്ടും ഇവർക്ക് ആ സംശയം വീണ്ടും വരികയും ഈ ചിന്ത വീണ്ടും കടന്നു വരികയും വീണ്ടും പോയി ഇവർ കുളിക്കുകയും ചെയ്യും. നമ്മൾ വാതിലൊക്കെ അടച്ചിട്ട് ലോക്ക് ചെയ്തോ, ഗ്യാസിൻ്റെ ഇത് അടച്ചോ, ഇങ്ങനെയുള്ള വീണ്ടും വീണ്ടും പരിശോധിച്ച് ഉറപ്പുവരുത്തുന്ന ഇങ്ങനെയുള്ള പ്രവൃത്തിയാണ് കമ്പൽഷൻ എന്ന് പറയുന്നത്. ഇതിനെന്താ കുഴപ്പം പറ്റുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇങ്ങനെയെല്ലാം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ശരിയായ കാര്യം ചെയ്യാൻ ഇവർക്ക് സമയമില്ലാതെ പോകുന്നു. കാരണം ഇവരുടെ ജീവിതത്തിൻ്റെ
നല്ലൊരു ശതമാനം സമയവും ഇതിനു വേണ്ടി വിനിയോഗിക്കേണ്ടി വരുന്നു. സാധാരണ നമ്മൾ ഈ കാണുന്ന ഇത്തരം കമ്പൽഷൻ അമിതമായിട്ട് കുളിക്കുക, കൈ കഴുകുക, പല്ല് തേപ്പ്, അങ്ങനെ ഈ രീതിയിലുള്ള കാര്യങ്ങളാണ്. പിന്നെ ചിലരെന്ത് വീട്ടിലുള്ള സാധനങ്ങളൊക്കെ അടക്കി ഒതുക്കി വീണ്ടും വീണ്ടും ഒരു ചെറിയ ഇല വീണാലും അതെടുത്ത് പറക്കിക്കളഞ്ഞ് ഇങ്ങനെയൊക്കെ ഒരു ജീവിത സ്റ്റൈലായിരിക്കും. പ്രത്യേക രീതിയിൽ സാധനങ്ങളെല്ലാം അടക്കി ഒതുക്കി ഇരുന്നാലാണ് ഇവർക്ക് അതിൻ്റെ ഒരു ഇവർ റിലാക്സ് ആവുള്ളൂ. അല്ലെങ്കിൽ ഇവർ ശ്രമിച്ച് അത് ഇനി ഓർഡറിലല്ലാതെ എപ്പോഴെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഇവർക്ക് ആങ്സൈറ്റിയോ ഇവർക്ക് അസ്വസ്ഥതയോ സംഭവിക്കുന്നു. വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉപയോഗശൂന്യമായ സാധനങ്ങൾ നമ്മൾ എന്ത് ചെയ്യും, ഉപയോഗിക്കാത്ത ഒരു വസ്തു നമ്മൾ ചിലപ്പോൾ എടുത്ത് കളഞ്ഞ് വീട് എംപ്റ്റി ചെയ്യും. പക്ഷെ ഇവര് ഈ തരം വസ്തുക്കൾ കളയാൻ ഇവർക്ക് തോന്നില്ല. ഇതെല്ലാം കളക്ട് ചെയ്ത് വീട് നിറയ്ക്കുന്ന ഒരു പ്രവണത. ഈ തരം സാധാരണ കാണുന്ന കമ്പൽഷൻ. അമിതമായിട്ടുള്ള ശുചിത്വം ഞാൻ പറഞ്ഞു, അമിതമായിട്ടുള്ള പരിശോധന പറഞ്ഞു, ആരെയെങ്കിലും ഞാൻ ഉപദ്രവിച്ചാലോ എന്നുള്ള പേടി, ഇതെല്ലാം ഇതിൻ്റെ ലക്ഷണങ്ങളാണ്. ഇനിയും ഇതിൻ്റെ കാരണങ്ങൾ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് അതിൻ്റെ കാരണം? മെയിൻ കാരണം ജെനറ്റിക്കലായിട്ടുള്ള കാരണമാണ്, അല്ലെങ്കിൽ പാരമ്പര്യം, ജീനുകളുടെ പ്രത്യേകതകൾ, അതെല്ലാമാണ് കാരണമായിട്ട് പറയുന്നത്. മറ്റൊരു കാരണം എന്ന് പറഞ്ഞാൽ സെറട്ടോണിൻ, അതായത് ഒരു ന്യൂറോ കെമിക്കലാണ്. ഈ സെറട്ടോണിൻ്റെ അളവിലുണ്ടാവുന്ന കുറവാണ് മറ്റൊരു കാരണം, അല്ലെങ്കിൽ അതിലുണ്ടാവുന്ന ഏറ്റക്കുറച്ചിലുകളാണ് ഇതിന് കാരണമായിട്ട് പറയുന്നത്. അതുപോലെ ചില ബ്രെയിൻ ഡിസോർഡറുകൾ, അതായത് മസ്തിഷ്കത്തിലെ നാഡികളിലൊക്കെ ഉണ്ടാവുന്ന, നമ്മൾ സൈനാപ്സ് എന്ന് പറയുന്ന ഏരിയയിൽ ഉണ്ടാവുന്ന ഈ ന്യൂറോ കെമിക്കലിൻ്റെ ചില വ്യത്യാസങ്ങൾ, അല്ലെങ്കിൽ കുട്ടിക്കാലത്ത് എപ്പോഴെങ്കിലും ഉണ്ടായ, അല്ലെങ്കിൽ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഉണ്ടായ ട്രോമ, അതായത് നമ്മൾ ആരെങ്കിലും ഹരാസ് ചെയ്യോ, ബുള്ളിങ് ചെയ്യോ, നമ്മളെ അറ്റാക്ക് ചെയ്യോ, ജീവിതത്തിൽ എന്തെങ്കിലും നമുക്ക് ഭയപ്പെടുത്തുന്നതോ, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇൻസൾട്ട് ചെയ്യപ്പെടുന്നതോ, അത് നമുക്കൊരു ട്രോമയായിട്ട് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഉണ്ടായ ചില സംഭവങ്ങൾ, ചില ആക്സിഡൻറ്റുകൾ, ആരുടെയെങ്കിലും നഷ്ടബോധം, മരണം, ഡിവോഴ്സ്, സെപ്പറേഷൻ, ബ്രേക്കപ്പ്, അങ്ങനെ പല കാരണങ്ങളും OCD എത്തിക്കാൻ സാധ്യതയുണ്ട്. ചില സ്ത്രീകൾ ഡ്യൂറിങ് പ്രഗ്നൻസിക്ക് ശേഷവും ഈ ഒരു അവസ്ഥയിലേക്ക് എത്തപ്പെടുന്നത് കണ്ടിട്ടുണ്ട്. പിന്നെ ജന്മന തന്നെ ഒരു ഒബ്സസീവ് കമ്പൾസീവ് പേഴ്സണാലിറ്റി എന്ന് പറയും, അതായത് എല്ലാം കൃത്യമായിട്ടും കർക്കശമായിട്ടും പെർഫെക്ഷനിസം എല്ലാം അങ്ങനെ വേണം എന്നുള്ളൊരു ക്യാരക്ടർ ചിലർ കണ്ടിട്ടുണ്ട്. അങ്ങനെയുള്ളവരും വലുതാവുമ്പോൾ OCD വരാനായിട്ടുള്ള സാധ്യതകൾ കൂടുതൽ കാണുന്നുണ്ട്. അപ്പോൾ ഇനി എന്താണ് നമുക്കിത് എന്ത് ചെയ്യാൻ, ഇതിൻ്റെ ചികിത്സാ രീതികളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെഡിസിൻ തന്നെയാണ് ഫസ്റ്റ് ഒരു ട്രീറ്റ്മെൻറ്റ് രീതി. അതായത് മെഡിക്കേഷൻ ആണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള രീതി. പിന്നെ ഇതിൻ്റെ ഒപ്പം തന്നെ മനഃശാസ്ത്ര ചികിത്സ, അതായത് സൈക്കോതെറാപ്പി, സപ്പോർട്ടീവ് സൈക്കോതെറാപ്പിയും വളരെ അത്യാവശ്യമാണ്. മരുന്നുകൾ സാധാരണ കൊടുക്കുന്നത് ക്രിമിപ്പിൻ എന്ന് പറഞ്ഞ മരുന്നുകളാണ് സാധാരണ കൊടുക്കുന്നത്. അതിൻ്റെ ഒപ്പം തന്നെ സൈക്കോതെറാപ്പിയും, കാരണം ഇദ്ദേഹത്തിൻ്റെ ചിന്തകളും പ്രവൃത്തികളും തമ്മിലുള്ള, ഇമോഷൻസ് തമ്മിലുള്ള വ്യത്യാസങ്ങൾ സൈക്കോതെറാപ്പിയിൽ ഇദ്ദേഹത്തെ തന്നെ ബോധ്യപ്പെടുത്തുകയും, പിന്നെ സിസ്റ്റമാറ്റിക് ഡീസെൻസിറ്റൈസേഷൻ എന്ന മെത്തേഡിലൂടെ അദ്ദേഹത്തെ അതിനെ ഫേസ് ചെയ്യാൻ പ്രാപ്തമാക്കുകയും ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ, ഒരാൾ രോഗാണു ആണ്, ഇവിടെ എല്ലാം അണുക്കളാണെന്നും പറഞ്ഞ് ഒരു പ്രത്യേക ഏരിയയിൽ തൊടാതിരിക്കുമ്പോൾ അദ്ദേഹത്തെ അവിടെ ഗ്രാജുവലി അവിടെ തൊടാനുള്ള പ്രേരണയും, അങ്ങനെ തൊട്ട് അത് മനസ്സിലാക്കി ഒന്നും സംഭവിക്കാൻ പോകുന്നില്ലെന്നുള്ള ഒരു അവയർനെസ് അയാളിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. എന്തിനാണോ ഭയമോ വെറുപ്പോ ഉള്ള കാര്യങ്ങൾ അയാൾക്കൊണ്ട് ഗ്രാജുവലായിട്ട് അതാണ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ പലരും യഥാർത്ഥമായ ചികിത്സ എടുക്കാത്തതുകൊണ്ടാണ് ഈ സമൂഹത്തിൽ ഇങ്ങനെയുള്ളവർ ജീവിക്കുന്നുണ്ട്. പക്ഷെ വ്യക്തമായിട്ടുള്ള കാരണം മറ്റുള്ളവർക്ക് ഇത് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കില്ല. കാരണം ഇത് ഒരു ഉള്ളിലാണ് ഈ പ്രശ്നങ്ങളുള്ളത്. ഏറ്റവും അടുത്തുള്ളവർക്കാണ് ഇത് മനസ്സിലാവുള്ളൂ. കാരണം റിപ്പീറ്റായിട്ട് എന്തെങ്കിലും ചെയ്യുന്നത് അത്ര അടുത്തുള്ളവർക്ക് മാത്രമേ അറിയുള്ളൂ. അധികം പേര് ഇതിന് ചികിത്സ എടുക്കാത്തതുകൊണ്ടാണ് ഈ കണ്ടീഷൻ വേഴ്സ് ആവുന്നത്, മോശമാവുന്നത്. ഓക്കെ, താങ്ക് യു.